നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് കിരണും കല്യാണിയും കൂടെ രാത്രി ഉറങ്ങാൻ തുടങ്ങുന്നതിന് മുമ്പ് സംസാരിച്ചിരിക്കുകയാണ്. ആ സമയത്ത് കിരൺ പറഞ്ഞു, ആ CI എന്റെ അരികിലെത്തി. നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ സൂക്ഷിക്കേണ്ട ഒരാളാണ് ആ ബേഗാസുരൻ എന്ന് പറയുന്നവന്. ആ സമയത്ത് കല്യാണി പറഞ്ഞു, അയാൾ എനിക്ക് പേടിയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് കാര്യമില്ല കല്യാണി. ഏറ്റവും കൂടുതൽ അയാൾക്ക് ശത്രുതയുള്ള എന്റെ അച്ഛനോടും നിന്നോടുമാണ്. അപ്പൊ അയാൾ വെറുതെ ഇരിക്കില്ല പരോളിന് ഇറങ്ങിയിട്ട്. അയാൾ മിക്കവാറും നിങ്ങൾ ഉപദ്രവിക്കാണ്ട് വരും. നാളെ വേണം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഞാൻ സാറിനോട് കാര്യങ്ങളൊക്കെ പറയാം. അവനെ അയാൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ബേഗാസുരനെ. അയാൾ എങ്ങോട്ടേക്ക് പോകുന്നു, എന്ത് ചെയ്യുന്നതെന്നൊക്കെ. അയാൾ അപകടകാരിയാന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ സൂക്ഷിക്കേണ്ട ഒരാൾ സ്റ്റെഫിയാണ്. ഇപ്പൊ സ്റ്റെഫി അടങ്ങിയിരിക്കുന്നു മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേങ്കില് അവള് പരോള് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് അന്വേഷണം എങ്ങനെ എത്തിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വഴിയുണ്ടെന്ന് പറഞ്ഞു. അവൾക്ക് ശത്രുതയുണ്ട്. ഇപ്പൊ കേസിന്റെ അന്വേഷണം നല്ല രീതിയിൽ പുരോഗമിക്കുന്നതുകൊണ്ട് മാത്രം അവൾ അടങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ അവൾ ഒരിക്കലും അങ്ങനെ ഇരിക്കില്ല എന്ന് പറഞ്ഞു. കിരണേട്ടൻ പേടിക്കൊന്നും വേണ്ട. ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അങ്ങനെ തന്നെയാ എന്റെ ആഗ്രഹം. പക്ഷെ അറിയാലോ നിനക്ക്, ഈ പറയുന്ന ഗംഗാപ്രസാദ് ഇല്ലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെഫി ആണെങ്കിലും അടങ്ങിയിരിക്കില്ല. അവളും നമ്മുടെ പിന്നാലെ തന്നെ വരും. ചുറ്റി ശത്രുക്കള ആ ഒരു ഓർമ്മ വേണമെന്ന് പറഞ്ഞു. തൽക്കാലത്തേക്ക് നീ കടന്നുറങ്ങിക്കോ, നീ ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, എന്നാലും കിരണേട്ടാ, എനിക്ക് കിരണേട്ടന്റെ കാര്യത്തിൽ നല്ല ഭയം ഉണ്ടെന്ന് പറഞ്ഞു. എന്തിനാ പേടിക്കണേ? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതും പറഞ്ഞിട്ട് കല്യാണിയെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കിടത്തുവാണ് കിരണ. അങ്ങനെ സ്റ്റെഫി എന്ത് ചെയ്തു? ഒടുവില് ഗംഗാപ്രസാദിന്റെ കൂട്ടാളുടെ അടുത്തേക്ക് ചെല്ലുവാണ്. എന്നിട്ട് പറഞ്ഞു, ഇതുവരെയായിട്ടും അന്വേഷണം ഒരിടത്തും എത്തിയിട്ടില്ല. എനിക്കാണെങ്കിലോ പരോള് തീർന്നു പോകാനുള്ള സമയമായി വരുന്നു. അപ്പോഴേക്കും ഒരുത്തൻ പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യുന്നു ചോദിച്ചു. എന്ത് ചെയ്യാനായിട്ടാ, ഞാൻ പരോളിന് ഇനി ഇറങ്ങും. ഒരു പക്ഷെ ഈ തവണ എനിക്ക് കൂടുതൽ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത തവണ ഞാൻ ഇറക്കം അങ്ങോട്ട് ഇറങ്ങും. ആ സമയത്തും ഈ പറയുന്ന ഗംഗാപ്രസാദിനെ കുറിച്ച് ഒരു വിവരം കിട്ടില്ലെങ്കിൽ ആ കിരണിനെ, കാർത്തിക, ലക്ഷ്മിയമ്മ ഞാൻ അങ്ങോട്ട് തീർക്കും. പിന്നെ ഞാനൊന്നും നോക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒരുത്തൻ പറഞ്ഞു, അല്ല അതൊക്കെ നടക്കുന്ന കാര്യമാണോ? നടക്കണം. അതിനുവേണ്ടി മാത്രം ഇപ്പം ഞാൻ ജീവിക്കുന്നത്. എൻ്റെ ഗംഗ തിരിച്ചു വരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒരുത്തൻ പറഞ്ഞു, അങ്ങനെ ഗംഗ തിരിച്ചു വരാനാണെങ്കിൽ വന്നേനം. അവൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഒരു വിവരം എന്തേലും കിട്ടിയാനല്ലോ. അവൻ വിളിക്കുമെങ്കിലും ചെയ്യില്ലായിരുന്നു. അതെ, അവൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നെ വിളിച്ചേനം. അതനുസരിച്ച് ഞാൻ പറയുന്നത്. അവൻ ചിലപ്പോൾ ഭൂമി ജീവനോടെ ചിലപ്പോൾ കാണത്തില്ലായിരിക്കും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കിരണായിരിക്കും അതിൻ്റെ പിന്നിൽ. ഞാൻ ഒന്നിനെയും വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. എല്ലാത്തിനും ഞാൻ തീർത്ത് കളയെന്ന് പറഞ്ഞു. പിന്നെ എനിക്കതിനൊരു അവസരം ഇനി അധികം വൈകാതെ തന്നെ കിട്ടും. CI മാർട്ടെ അന്വേഷിക്കുമല്ലേ? അന്വേഷിക്കട്ടെ. അയാളുടെ അന്വേഷണം എവിടം വരെ എത്തുമെന്ന് അറിയാലോ. അതിനുശേഷം വേണം ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കണം എന്ന് സ്റ്റെഫി തന്റെ കൂട്ടാളികളോട് പറയുവാണ്. പിന്നീട് പിറ്റേ ദിവസം കിരണും രതീഷും കൂടെ നടക്കാനിറങ്ങി. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കിരൺ രതീഷിനോട് ചോദിച്ചു, നിനക്ക് പേടിയുണ്ടാന്ന് ചോദിച്ചു. രതീഷ് പറഞ്ഞു, എന്തിനാ സാറെ പേടിക്കണേ? പേടിക്കൊന്നും വേണ്ട കേട്ടോ. എന്ത് വന്നാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ കുറ്റം ഞാനും ഏറ്റെടുത്ത് ഞാൻ ജയിലിൽ പോയിക്കോളാം. അല്ല, അത് പിന്നെ കിരൺ സാറേ എങ്ങനെ ശരിയാവും? എടാ, അതേ ശരിയാകത്തുള്ളൂ. ബാക്കിയുള്ളവർക്ക് നല്ല സമാധാനം സന്തോഷത്തോടെ കഴിയാലോ. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് സാറെന്നൊരു പിടി വെച്ച് കേട്ടെ. നോക്കിക്കഴിഞ്ഞപ്പം രാജപ്പനാണ്. രാജപ്പൻ അങ്ങോട്ടേക്ക് വന്നു. ആഹാ, ഇതാരെ? രാജപ്പണ്ണോ? എന്തൊക്കെയുണ്ട് വിശേഷം? സാറേ, എനിക്കിപ്പോൾ സുഖമാന്ന് പറഞ്ഞു. അല്ല, എപ്പോഴാണ് മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയത്? അതെ, 2 ദിവസമായി ഇറങ്ങിയിട്ട്. സാറിനെ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ടാണല്ലോ എന്നെ മെന്റൽ ഹോസ്പിറ്റലിൽ ആക്കിയത്. എന്നിട്ടിപ്പോൾ എങ്ങനെയായി? എല്ലാം ഓക്കെ ആയെന്ന് വെച്ചു. എല്ലാം ശരിയായെന്ന് പറഞ്ഞു. തലയിൽ ഒരു ചെറിയൊരു മുള്ളാണി ഉണ്ടായിരുന്നു, അതങ്ങോട്ട് പറിച്ചു കളഞ്ഞു. അല്ല, ഞങ്ങളെ കണ്ടു മനസ്സിലായോ? പിന്നെ മനസ്സിലാവാതിരിക്കുവോ? ഇപ്പൊ പഴയതുപോലെ ഒന്നും അല്ല. ഇപ്പൊ ഞാനെല്ലാം ഓക്കെ ആയെന്ന് പറഞ്ഞു. അത് കൊള്ളാം, നല്ലൊരു കാര്യം തന്നെയാ. അപ്പോഴേക്കും രതീഷ് ചോദിച്ചു, അങ്ങനെയാണ് ഇനി പണം തരാനുള്ള അവരുടെ മുഖമൊക്കെ ഓർത്തിരിക്കുന്നുണ്ടോ? അവരുടെയൊക്കെ അടുത്ത് നിന്ന് പണം മേടിക്കേണ്ടതെന്ന് ചോദിച്ചു. എന്തിനാ രതീഷ്, എന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ അധ്വാനിച്ച് ജീവിക്കാൻ തന്നെ തീരുമാനിച്ചു. കിരൺ പറഞ്ഞു, അത് നല്ലൊരു ആശയമായിട്ട് എനിക്ക് തോന്നേ. രതീഷ് ചോദിച്ചു, അല്ല ഈ പണം എണ്ണുന്നല്ലാതെ വേറെന്തേലും ജോലി അറിയാവോ? എന്ത് ജോലി വേണം ഞാൻ ചെയ്യും. ചുമടെടുക്കണം, എടുക്കാം. കിരൺ സാറേ, സാറിന്റെ കമ്പനിയിൽ എനിക്കൊരു ജോലി തരാമോന്ന് ചോദിച്ചു. ജോലിയോ? അതെ, വേണമെങ്കിൽ ചുമടെടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, സാറ് പറയുന്ന പോലെ അനുസരിക്കാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, തൽക്കാലത്തേക്ക് ചുമടെടുക്കാനൊന്നും രാജപ്പണം നിൽക്കണ്ട. ഒരു കാര്യം ചെയ്യാം, ഞങ്ങളുടെ ഒരു വില്ല പ്രോജക്റ്റ് ഉണ്ട്, അവിടെ ഒരു സെക്യൂരിറ്റി ആയിട്ട് അവിടെ മേൽനോട്ടം വഹിച്ച് നിന്നാൽ മതി എന്ന് പറഞ്ഞു. ശരി ശരി, അങ്ങനെയാണെങ്കിൽ എനിക്ക് കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പം, ഞാനത് ചെയ്തോളാം എന്ന് പറഞ്ഞു. അതെ, ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാ. ആഹാ, അപ്പം മനസ്സ് മാറിയോ? ദൈവങ്ങളെയൊക്കെ കൂട്ടുപിടിക്കാൻ തുടങ്ങിയോ? പിന്നല്ലാതെ. എനിക്ക് ഇത്ര മാറ്റങ്ങളുണ്ടായില്ലേ? ഈ പറയുന്ന രതീഷെ, നീ പോലും മാറിയില്ലായിരുന്നോ എന്ന് ചോദിച്ചു. അതെ, ഞാൻ പോലും മാറിയിരുന്നു. അപ്പൊ പിന്നെ എനിക്കെന്താ മാറിയാല്?
അല്ലേ കിരൺ സാറെന്ന് ചോദിച്ചു. അതെ അതെ, ഞാൻ എന്താ ക്ഷേത്രത്തിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒടുവിൽ രാജപ്പണ്ണൻ ക്ഷേത്രത്തിലേക്ക് പോവാണ്. ഇതേ സമയത്ത് താര ടെറസ് തുണിയൊക്കെ വിരിച്ചിട്ടോണ്ടിരിക്കുകയാണ്. അവിടേക്ക് സരയു ചെന്നു. സരയു എന്നിട്ട് പറഞ്ഞു, അതെ ഞാനൊന്ന് ക്ഷേത്രത്തിൽ വരെ പോവാന്ന് പറഞ്ഞു. ക്ഷേത്രത്തിലേക്കോ പോകുന്ന കാര്യം മോള് പറഞ്ഞില്ലോ, ഒരു കാര്യം ചെയ്യാം, ഞാൻ പെട്ടെന്ന് കുളിച്ചിട്ട് വരാം, ഞാനും വരാന്ന് പറഞ്ഞു. വേണ്ട വേണ്ട, ഞാൻ തനിച്ചു പോയിക്കോളാന്ന് പറഞ്ഞു. അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ? അതെ ഞാൻ തനിച്ചു പോയിക്കോളാം. അതെന്താ അങ്ങനെ പെട്ടെന്ന്, എന്താ പോവാൻ കാരണം എന്താ, എന്തെങ്കിലും വിശേഷം ഉണ്ടോന്ന് ചോദിച്ചു. ഒരു ചെറിയ വിശേഷം ഉണ്ടെന്ന് പറഞ്ഞു. എന്ത്? അതൊക്കെയുണ്ട്. ഇപ്പൊ എല്ലാ കാര്യങ്ങളും അമ്മയോട് പറയാൻ പറ്റുന്ന കാര്യമാണോ? പിന്നൊരു കാര്യം, എന്റെ മനസ്സിൽ ഒരു പ്രാർത്ഥന മാത്രം ഉണ്ടായിരിക്കുള്ളൂ, ക്ഷേത്രത്തിൽ ചെന്നാലും കിരണിനെ സ്വന്തമാക്കാൻ കഴിയണമെന്ന്. മോളെ കല്യാണി പാവല്ലേ, ഇനി അതിനെക്കുറിച്ച് പറയരുത്. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മോള് പിന്നെ ഉണ്ടാവത്തില്ല, അറിയാലോ. എനിക്ക് കിരണിനെ സ്വന്തമാക്കാൻ കഴിയണം. കിരണിനെ സ്വന്തമാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഈ സരയു ജീവനോടെ ഇനി ഇരിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ കാര്യങ്ങളെങ്ങാനും പോയി കിരണിനോട് കൊളുത്തി കൊടുക്കാൻ ഇരുന്നിട്ടുണ്ടല്ലോ, എന്റെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാലോ. അപ്പോഴേക്കും താരയ്ക്ക് ഭയങ്കര വിഷമായി പോയി. ആ സമയത്ത് താര പറഞ്ഞു, മോളെ അങ്ങനൊന്നും പോയി പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞു. ദേ നിങ്ങൾ എനിക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കണ്ടേ, എന്റെ ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ ആ കല്യാണി എന്ന് പറയുന്നവൾക്ക് വേണ്ടിയിട്ടല്ല. അവൾക്ക് ഇത്തിരി ഈശ്വരാനുഗ്രഹം കൂടുതലാന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേങ്കിൽ അവൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊന്നും ഇനി നടക്കരുത്. ഇനി ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടക്കണമെന്ന് വേണം നിങ്ങളും ഭഗവാനോട് പ്രാർത്ഥിക്കാനും. അതും പറഞ്ഞിട്ട് സരയു അങ്ങോട്ടേക്ക് പോയി. താരയ്ക്ക് ഭയങ്കര വിഷമായി. ഗണപതി ക്ഷേത്രത്തിലേക്കാണ് പോയത്. വിഘ്നങ്ങളൊക്കെ മാറാൻ വേണ്ടി തേങ്ങ ഉടയ്ക്കണമായിരുന്നു. അങ്ങനെ ഗണപതി ഭഗവാനെ പോയി തൊഴുത് പ്രാർത്ഥിച്ച് വിഘ്നങ്ങൾ മാറാണ്ട് തേങ്ങ ഉടയ്ക്കുവാണ്. ആ സമയത്തെല്ലാം സരയുവിന്റെ മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ. തന്റെ അച്ഛൻ ഒരു കാര്യം നടത്താൻ വേണ്ടി പോയിട്ടുണ്ട്, ആ കാര്യം നടക്കണം, അതിനൊരു വിഘ്നം ഉണ്ടാവരുത്, അവളുടെ കഥ എത്രയും പെട്ടെന്ന് തന്നെ കഴിയണം എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് സരയു മനോരുകി നിന്ന് പ്രാർത്ഥിക്കുന്നത്. പിന്നീട് കല്യാണിന്റെ അടുത്തേക്ക് കിരൺ വരുവാണ്. കിരൺ വന്നിട്ട് പറഞ്ഞു, അതെ ഇന്ന് ആ സരയു പ്ലാൻ ചെയ്ത് കൺസ്ട്രക്ഷൻ നടത്തിയ ആ സൈഡിലേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞു, ആ എനിക്കറിയാം കിരണേട്ടാ, അവിടെ പോയി ഇന്റീരിയർ ഡിസൈന് കാര്യങ്ങളൊക്കെ നോക്കണം, അതിന്റെ അളവുകളും കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് പറഞ്ഞു. കിരണേട്ടൻ വരുന്നില്ലെന്ന് ചോദിച്ചു. പിന്നെ എനിക്ക് നിന്നെ തനിച്ചു വിടാൻ പറ്റില്ലല്ലോ, കാരണം ആ ബഗാസുരൻ പുറത്തുണ്ടല്ലോ, അയാളെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ഈ സമയത്ത് കല്യാണി പറഞ്ഞു, അയാൾ ഇനിയിപ്പോ വലിയ സൂക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല, ഏറ്റവും വലിയ ശത്രു പോയല്ലോ ആ ഗംഗാപ്രസാദ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല കല്യാണി, ബഗാസുരനെ നമ്മൾ സൂക്ഷിക്കണം, അതുപോലെ തന്നെ നിന്റെ സഹോദരനെ സൂക്ഷിക്കണം, മനോഹരനെ മാത്രം സൂക്ഷിക്കേണ്ട കാര്യമില്ല, അവൻ നമ്മളെന്തായാലും ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല, പക്ഷെ മറ്റുള്ളവരുടെ കാര്യം അങ്ങനെയല്ല. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, മനോഹർ വീണ്ടും കത്തയച്ചിട്ടുണ്ടായിരുന്നു. അതെ നമ്മൾ ഇനിയിപ്പോൾ കൂടുതൽ മൈൻഡ് ചെയ്യാൻ പോകണ്ട, അവന്റെ കത്തിന് മറുപടിയും കൊടുക്കണ്ട, അവന് പ്രതീക്ഷകളും കൊടുക്കണ്ട എന്ന് പറഞ്ഞു. അവന് നല്ല മാറ്റമുണ്ട് കിരണേട്ട, അത് ശരിയാ, നമ്മൾ അവനോട് സിമ്പതി കാണിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് സരയുവിനോട് ചെയ്യുന്ന ദ്രോഹമായിരിക്കും. ഈ പറയുന്ന മനോഹർ പോകുന്നതിന് മുമ്പ് എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേങ്കില് അവൻ എന്നാ പോയത് എങ്ങനെ എന്താന്നും അറിയത്തില്ല, കുഞ്ഞിനെ ഒന്ന് കാണണം എന്നൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്ന് ഞാൻ സമ്മതിച്ചില്ലോ, പിന്നീട് അവനെ ഞാൻ കണ്ടതുമില്ല, അവൻ എന്നാ ജയിലിലേക്ക് തിരികെ കയറിയെന്ന് ഞാൻ ശ്രദ്ധിച്ചതുമില്ല എന്ന് പറഞ്ഞു. കല്യാണി പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ അവൻ പാവ, ഈ പറയുന്ന സരയുവിന്റെ ബാക്കിയുള്ളവരുടെ ജീവിത സാഹചര്യം ഒന്നും ആയിരുന്നില്ല അവനുണ്ടായിരുന്നേ. അത് ശരിയാ കല്യാണി, പക്ഷെങ്കിൽ ഇപ്പൊ ഇവിടെ നമ്മൾ സരുവിനെ നോക്കണം, അവൾക്ക് ഇപ്പൊ നല്ല മാറ്റമുണ്ട്, ആ സമയത്ത് നമ്മൾ മനോഹരനെ ചേർത്ത് പിടിച്ചാൽ അവൾ കൊട്ട് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല എന്ന് പറഞ്ഞു. അത് ശരിയായിട്ടുള്ള കാര്യം കിരണേട്ടാ, സാരമില്ല, ഇങ്ങനെ തന്നെ കൂടെ മുന്നോട്ട് പോട്ടെ. ഈ സമയം കിരൺ പറഞ്ഞു, ഇനിയിപ്പോൾ സൂക്ഷിക്കേണ്ടത് ആ CI ആണ്, അയാൾ എപ്പോഴാ വരണമെന്ന് പറയാൻ പറ്റില്ല. കല്യാണി പറഞ്ഞു, എനിക്കെന്തോ മനസ്സ് വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ട്, എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്ന പോലെ. അത് ആ CI മാർട്ടിൻ നമ്മുടെ പിന്നാലെ ഉള്ളതുകൊണ്ടാ കല്യാണി, ആ ഒരു ടെൻഷനാണ് നിന്റെ മനസ്സിൽ, നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് കല്യാണി ആശ്വസിപ്പിച്ചുകൊണ്ട് നേരെ പോവുകയാണ് കിരണം. കുറച്ച് കഴിഞ്ഞപ്പോൾ കിരണും കല്യാണിയും കൂടെ കമ്പനിയിലേക്ക് വരുവാണ്. ആ സമയത്ത് സെക്യൂരിറ്റി ദാസേട്ടൻ ഉണ്ടായിരുന്നു. ദാസേന്റെ അടുത്ത് നിന്ന് കുശലാന്വേഷണം നടത്തുവാണ്. എന്തൊക്കെയുണ്ട് ദാസേട്ട വിശേഷം, സുഖമല്ലേ എന്ന് ചോദിച്ചു. പിന്നെ സുഖമല്ലേ, സാലറി ഒക്കെ കൂട്ടിയിട്ടോ? സാറേ സാലറി ഒക്കെ കൂട്ടി തരുന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, അതെ ഇനി എന്താണെങ്കിലും വിഷു കഴിഞ്ഞതിന് ശേഷം ഇവരിൽ നിന്ന് കുറച്ച് പണം നമ്മൾ മേടിക്കണമെന്ന് പറഞ്ഞു. എല്ലാ മാസവും ഒരു കൃത്യ അവാർഡ് മേടിക്കണം, പിന്നെ അതെല്ലാം കൂടെ കൂട്ടി അതിന്റെ പലിശയും ചേർത്ത് അടുത്ത വിഷുവിന് തിരികെ കൊടുക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, അതെന്താന്ന് വെച്ചാൽ കല്യാണി ചെയ്താൽ മതി, നീ അതിന് വേണ്ട പോലെ അങ്ങോട്ട് ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ പറയണം. പിന്നീട് കല്യാണി പറഞ്ഞു, സൂക്ഷിക്കണം കേട്ടോ മാഡം, ആ ദുഷ്ടൻ ഗംഗാപ്രസാദ് പുറത്തുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, ഇനിയിപ്പം അവനെ സൂക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല, അവനെ കാണാനില്ലെന്നൊക്കെയല്ലേ അറിയാൻ കഴിഞ്ഞത്, ആ ബേഗാസൻ എന്ന് പറയുന്നവൻ പരോളിന് ഇറങ്ങിയിട്ടുണ്ട്, അവനെ സൂക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ തനിച്ചൊന്നും ഒരിടത്ത് പോകണ്ട കേട്ടോ മാഡം, കിരൺ സാറിനോടൊപ്പം പോയാൽ മതി എന്നൊക്കെ സെക്യൂരിറ്റിക്കാരനും പറയാണ്. പിന്നീട് കിരണും കല്യാണിയും കൂടെ അകത്തേക്ക് വന്നു. അതിനുശേഷം കല്യാണി തന്റെ ഇന്ത്യയുടെ ഡിസൈനും പ്ലാനും കാര്യങ്ങളൊക്കെ കിരണിനെ കൊണ്ട് കാണിക്കുകയാണ്.
കിരൺ അതൊക്കെ നോക്കിയിട്ട് പറഞ്ഞല്ല, നീ സൈറ്റ് കാണാതെ ഒന്ന് രണ്ട് ഭാഗങ്ങളൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അത് കിരണേട്ടാ, ഒന്ന് രണ്ട് ദിവസം ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഓ അപ്പൊ അങ്ങനെയാണല്ലേ എന്ന് ചോദിച്ചു. "ഉം, എന്താണെങ്കിലും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് സാരിയുടെ പ്ലാൻ അല്ലായിരുന്നു അത്. അതെ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അവള് ഈ പ്ലാൻ വരച്ചിരിക്കുന്നത്. കാരണം നമ്മൾ പറഞ്ഞേക്കാളും കുറഞ്ഞ ചെലവിലാണ് വരച്ചിരിക്കുന്നത്. പക്ഷെ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുകയും ചെയ്തു. അവർക്കാണെങ്കിലോ ആം, ഇതിനോട് താല്പര്യക്കുറവില്ല എന്ന് പറഞ്ഞു. അത് തന്നെ ഒരു നല്ല കാര്യമില്ല കല്യാണി. ഒരു കാര്യം ചെയ്യാം, ഞാൻ അവളെ ഇങ്ങോട്ട് വിളിപ്പിക്കാന്ന് പറഞ്ഞു. അങ്ങനെ സരുവിനെ വിളിക്കണം. സരു ഓർത്ത്, ദൈവമേ, ഇനി താനും അച്ഛനും തമ്മിൽ സംസാരം അതെങ്ങാനും കിരൺ അറിഞ്ഞോ, അതുകൊണ്ടാണ് വിളിപ്പിക്കുന്നത്. ഒടുവിലെ സരു അങ്ങോട്ടേക്കുന്നു. എന്താ കിരണേ? അതെ, നീ വരച്ച പ്ലാനും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാവുന്നുണ്ട് കേട്ടോ. ഒന്നിനൊന്നിനും ബെറ്റർ ആവുന്നുണ്ട് ഓരോ പ്ലാനുകളും കാര്യങ്ങളൊക്കെ. അത് പണിത് വരുമ്പോഴും നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നീ ഇന്ന് ഫ്രീ ആണോന്ന് ചോദിച്ചു. അതെനിക്ക് 4-5 പ്ലാനും കൂടെ വരയ്ക്കാനുണ്ടായിരുന്നു പറഞ്ഞു. ഓ ശരി, എന്നാ വേണ്ട, നിന്നെ കല്യാണിയുടെ കൂടെ ഞാൻ പറഞ്ഞു വിടാന്ന് ഓർത്തിരിക്കുവായിരുന്നു സൈറ്റിലേക്ക്. നിനക്ക് തിരക്കല്ലേ, നീ പോകണ്ടാന്ന് പറഞ്ഞു. അപ്പോഴാണ് സരയുവിനൊരു ആശ്വാസമായത്. പിന്നീട് കിരൺ പറഞ്ഞു, നീ സൂക്ഷിക്കണം കേട്ടോ. ഒരുത്തൻ പുറത്തിറങ്ങിയിട്ടുണ്ട്, ആ ബേഗാസുരൻ, നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞു. നിനക്ക് അയാളോട് ശത്രുതയായിരുന്നില്ലെന്ന് ചോദിച്ചു. പിന്നല്ലാതെ, എന്റെ ജീവിതം തകർത്ത എന്റെ അച്ഛന്, അയാളോട് ഞാൻ ക്ഷമിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, അതുപോലെ തന്നെ ഞങ്ങളും ക്ഷമിക്കാൻ പോകുന്നില്ല. കല്യാണിയോട് പറഞ്ഞിട്ടുണ്ട്, സൂക്ഷിച്ചും കണ്ടും വേണം പുറത്തിറങ്ങാനായിട്ട്. എവിടെ അങ്ങേര് പതുങ്ങിയിരിക്കണമെന്ന് പറയാൻ പറ്റില്ല, അങ്ങേരുടെ സ്വഭാവം അങ്ങനെയല്ലേ. അതൊക്കെ പറയണം. അതെല്ലാം കേട്ടിഞ്ഞപ്പോ സരയും മനസ്സിൽ പറഞ്ഞു, ഇന്നും കൊണ്ട് തീരൂടാ നിന്റെ ഭാര്യയുടെ ജീവിതം. ഇവളെ ഞാൻ ശരിക്കും ഒന്ന് കാണട്ടെ. ഇനി ഇവൾക്കൊരു ജീവിതം ഉണ്ടാകത്തില്ല. തൻ്റെ അച്ഛൻ ഇവിടെ തീർക്കും. പിന്നെ ഞാനും നീയുമായിരിക്കും ഭാര്യ ഭർത്താക്കന്മാരെ എന്നൊക്കെയൊരു ചിന്തയായിരുന്നു സരുവിന്റെ മനസ്സിൽ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.